ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ ഉള്ളത് ചിന്താലപ്പാലം. അതെ, ആന്ധ്രാപ്രദേശില് വിശാഖപട്ടണത്തിന്റെ ഒരു 80 കിലോമീറ്റർ ഇപ്പുറത്ത് മാറിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. AH 45 സൈഡിലായിട്ട് ഞങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്ഥലം നോക്കി. അതായത് ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. എല്ലാവർക്കും ഏറെക്കുറെ മലയാളികൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, എവിടെ ചിന്തിക്കുന്നു അവിടെ ശൗചാലയം. അപ്പൊ ഞങ്ങൾ 1-2 ഗ്രൗണ്ടിൽ ഇതിനു മുമ്പ് ഇറങ്ങി, നടന്നില്ല. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ പിള്ളേർ കളിക്കുന്ന ഒരു ഗ്രൗണ്ട് കണ്ടു. ആ ഗ്രൗണ്ടിലാകുമ്പോൾ കുഴപ്പമില്ല. രാവിലെ നമ്മൾ പമ്പിൽ നിന്ന് നേരത്തെ പോകുന്നു. ഞങ്ങൾ പിന്നെ പമ്പ് കാണിക്കാത്ത, എന്നും രാവിലെ പമ്പിലാണ് നിന്നതെന്ന് കാണിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം നമ്മള് നമ്മുടെ ചായ ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക്. ഇന്നലെ നമ്മൾ പാല് മേടിച്ചിരുന്നു. ഇന്ന് നമ്മുടെ കൂടെ കുക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ, ഗോമാതാക്കളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് രാവിലെ അവില് നനയ്ക്കാം. ഇന്നലെ നമ്മൾ ശർക്കരയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഒരു വീടാണോ ഏട്ടി അത് കാണുന്നത്? നല്ല പശുത്തൊഴുത്തോ? അത് വീടെന്തുവാണ് ചേച്ചി? അവിടെ നിന്നല്ലേ വരുന്നത്? പോയി നോക്കാല്ലേ നമുക്ക്. അമ്മേനെ വിളിക്ക്, ഫ്രഷ് പാല് കിട്ടും. അതെ, നാടൻ പാല്. നീ ഇതിലേതെങ്കിലും പശുവിനെ പിടിച്ച് കറന്നാലും മതി. നിനക്ക് പശുവിനെ കറക്കറിയില്ലേ? എനിക്കറിയത്തൊന്നുമില്ല. ഇവിടെ നീ വലിയ പശു കൃഷിക്കാരിയായിട്ട് നിനക്ക് പശുവിനെ കറക്കാറ്. സത്യസന്ധമായിട്ട് ഉത്തരം പറയണം എന്നാണല്ലോ, എനിക്കറിയില്ല. എന്നാലും ഉള്ളതുള്ള പോലെ പറഞ്ഞല്ലോ. ആ മനസ്സിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്തേ ഒരു ഡൗട്ട് പോലെ, നിലത്ത് ഇടണോ വേണ്ടിയോന്ന്? അല്ല, ഇവിടെ കുഴപ്പമില്ല. ഇവിടെ പിള്ളേര് കളിക്കുന്ന ആയതുകൊണ്ടേ അങ്ങനത്തെ തോന്നിയാസൊന്നും ഈ ഗ്രൗണ്ടിൽ ചെയ്യൂല. പൊടി ഉണ്ടാവോ? പൊടി ഉണ്ടാവും. കളിക്കുന്നതല്ലേ. അല്ലെ, നമുക്ക് ഉച്ച ഭക്ഷണം നമുക്ക് എന്തായാലും സവോള മേടിച്ചിട്ട് വേണ്ടേ വെക്കാൻ. അപ്പൊ അന്നേരം നമുക്ക് എന്നാ ഉണക്കാം. അതാ നല്ലത്. കാരണം ഇന്നലെയൊക്കെ നമ്മൾ അങ്ങനെ കുക്ക് ചെയ്യാണ്ട് ഒരുപാട് ഓടി. കുക്ക് ചെയ്തിട്ട് ഓടുന്നതാണ് എപ്പോഴും നമുക്ക് സേഫ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്നലെ മേടിച്ചേട്ടോ. ഇത് ശർക്കര അല്ലേ, ഇത് വെല്ലമല്ലേ? ജാഗിരി. പാലുണ്ട്, അവിലുണ്ട്. നമുക്ക് നമ്മുടെ യുദ്ധം തുടങ്ങാം കേട്ടോ. പാൽപാത്രം, ചായപാത്രം ബെഡ്ഷീറ്റൊക്കെ അങ്ങോട്ട് ഇച്ചിരി നീക്കിയിട്ടു. അതായത് സ്ഥലം വലിയ കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ കൂടെ പശുക്കൾ ഉണ്ടെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കുഞ്ഞാറ്റ ഇവിടെ തന്നെ കളിക്കണം. എന്താ താക്കര പരിപാടി? കളിച്ചു. ഇത് ഫുള്ള് കരിമ്പനയാട്ടോ നിൽക്കുന്നത്. നമ്മുടെ ചായ ഇവിടെ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. പാല് ഏകദേശം തിളച്ച് തുടങ്ങുന്നു. ഇവിടെ എന്താ പരിപാടി? തേങ്ങ ഇടാ. അവല് നനയ്ക്കുമ്പോ തേങ്ങ വേണല്ലോ. അത് വേണം. അവലിന് നല്ലോണം വേണം. നല്ല തേങ്ങ ഇടയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആഞ്ചിരണ്ടിക്കോളൂ. മറ്റേ ചിരവ വെച്ചായിരുന്നു ഞാൻ പെട്ടെന്ന് ചിരണ്ടി തീർന്നു. ഇത് കൈച്ചിരണ്ടി ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെ കൊണ്ടുപോയി നടക്കാനൊക്കെ ഇത് തന്നെയാണ് എളുപ്പം. അതെ. അപ്പോൾ നമ്മൾ ആ പിച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും സ്കൂട്ടറിൽ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ മാച്ച് ഉണ്ട്, ഞങ്ങൾ ആ സൈഡിലേക്ക് ഒന്ന് മാറ്റിയിടാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതാ ഇപ്പുറത്തെ ഗ്രൗണ്ടിൻ്റെ ഇപ്പുറത്തേക്ക് തന്നെ മാറ്റിയിട്ട് കുഞ്ഞാറ്റ അവിടെ കളിക്കുന്നു, ആൻസി ഇവിടെ കുക്ക് ചെയ്യാനുള്ള പരിപാടി. അപ്പോൾ നമുക്കിനി അവില് നനയ്ക്കാം അല്ലേ? അതിൻ്റെ ഷേപ്പ് അടി വഴിയല്ലേ. ഇത് അലുത്ത് പോവുകയാണി നല്ലൊരു കവറിൽ ഇട്ട് വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഇത് അലുത്ത് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞു ഇതിൻ്റെ പൊടി മാത്രമായിട്ട് ഇത് സൈഡിലേക്ക് വെക്കും. കുറച്ചും കൂടി സൈഡിലേക്ക് വെച്ച് ഇതിൻ്റെ പൊടി മാത്രം മേടിക്കായിരുന്നു. പൊടിയായിട്ട് കിട്ടാം. ജസ്റ്റ് 2 സ്പൂൺ എടുത്തങ്ങ് ഇട്ടാ പ്രശ്നം. എല്ലാ പണിയും ഇങ്ങനെ നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് സൂചിച്ചാലും ശരിയാവില്ലല്ലോ. അങ്ങനെയുണ്ട്. ഇതെന്താ ഇവിടെ കൊച്ചമ്മ എന്താ വലിയ പരിപാടിയാണല്ലോ. കൊച്ചമ്മ എന്ത് പരിപാടി? മാച്ചിനുള്ള ആരെയും കാണുന്നില്ലല്ലോ. മാച്ച് നടത്തുന്ന പറഞ്ഞേ. ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഇവിടെയാന്ന് തോന്നുന്നു. അല്ല, അത് പിന്നെ അവരുടെ ഗ്രൗണ്ട് നന്നായിരിക്കട്ടെ എന്ന് വിചാരിച്ചട്ടാ. കാരണം എന്താ വിചാരിച്ചട്ടാ. കാരണം ഇത് നോക്കി ഇവിടെ കിടക്കണോ, എന്താ ഇത്? ഇവിടെ ബീറും കുപ്പി വരെയുണ്ട്. ചിലപ്പോ ഈ വന്നവന്മാര് തന്നെയാണോ കുടിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല, നമുക്കൊന്നും അറിയില്ല. അപ്പൊ അറിയാത്ത കാര്യം നമ്മൾ പറയേണ്ട കാര്യം. നമ്മുടെ ചായ ഇവിടെ റെഡിയാണ് കേട്ടോ. വല്ല നടക്കുവോ? നടന്നുകൊണ്ടിരിക്കുക. ഇടി അത് പൊടിച്ച് എന്തെങ്കിലും ഒന്ന് ഇടിച്ചെങ്കിലും ഇടണ്ടേ. നമുക്കിങ്ങനെ ഞെരടി കിട്ടിയിട്ടാ. എന്നാ ഒരു പണി വായിലിട്ടൊന്ന് കടിച്ചിട്ടങ്ങ് ഇട. ഇല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ. ഇപ്പൊ നമ്മുടെ അവില് തേങ്ങ വേണോടി? ഇനി കുറച്ചും കൂടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഞാൻ വേണമെങ്കിൽ ചിരണ്ടി തരാം, കുഴപ്പമില്ല. അപ്പം ഞങ്ങളിങ്ങനെ കൊച്ചി ഇരിക്കുമ്പോഴാണെങ്കിലും ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചേ ഞങ്ങൾ ഇരുത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അന്നത്തെ പോലെ വീഡിയോ പോകും ലാൻസി. അപ്പോൾ നമുക്ക്
ചായ അവലെല്ലാം കഴിച്ചിട്ട് വേഗം പോവാം അല്ലേ? എല്ലാം ചോറും കൂടി ഉണ്ടാക്കിട്ട് പോവാം. ചോറും ഉണ്ടാക്കി വെക്കാം. അതാകുമ്പോൾ നമുക്ക് പിന്നെ ഇറങ്ങണ്ടല്ലോ. പിന്നെ ഇതുപോലെ ഒരു സ്ഥലം കിട്ടണമെങ്കിലേ തപസ്സിരിക്കണം, കൊറേ തപ്പണം. അയ്യോ, നമ്മള് കൊറേ ദൂരം വന്നതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം കിട്ടുന്നത്. എത്ര ദൂരം വന്നു, ആ പമ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്ര നേരമായെന്ന് അറിയോ? ഞങ്ങൾ മഞ്ഞത്ത് നിന്ന് ചെയ്യാൻ 6:30 ഞങ്ങൾ പമ്പിൽ നിന്ന് ഇറങ്ങിയ നല്ലൊരു ആംബിയൻസ് കിട്ടാൻ വേണ്ടി. ഇത് നോക്കി വെയിലായി തുടങ്ങി, ഉള്ള ആംബിയൻസ് എല്ലാം കളഞ്ഞു കുളിച്ചു. അപ്പൊ കുറച്ച് ചോറും കൂടി വെക്കുന്നുണ്ട്. ചെറുപയറിട്ട കഞ്ഞി ഇല്ലേ? അതെ. അതെന്താ ഉണ്ടാക്കുന്നത്? തക്കാളി വെറുതെ തോരൻ വെക്കാം. അപ്പൊ നമ്മുടെ കുഞ്ഞാറ്റ നമ്മളിവിടെ സഹായിക്കും കേട്ടോ. കഴുകി വെച്ചതെല്ലാം തുടച്ച് വൃത്തിയാക്കി അങ്ങോട്ട് മാറ്റി വെക്കുവാണ്. ഇങ്ങോട്ട് നോക്കിയേ, വെള്ളം ശരിക്കും തുടച്ച് കളയണേ. കുഡ് ഗേൾ ആട്ടോ. ഇങ്ങനെ ഇതൊക്കെ യാത്രയ്ക്ക് കിട്ടുന്നതാ. അതെ ഇതൊക്കെ നമ്മള് ശരിക്കും വീട്ടിലാണെങ്കിൽ പോലും ഇപ്പോഴേ കുഞ്ഞു കുഞ്ഞു പണികളെല്ലാം ചെയ്ത് അവനവന് സ്വന്തം എല്ലാ പണികളും എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാ. ആണല്ലേ? അതെ, സ്വയം പര്യാപ്തത. അതെ, എല്ലാ കാര്യത്തിലും, പഠിത്തത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും പഠിപ്പിക്കാൻ വിടാനുള്ള കാലം ആയിട്ടില്ലല്ലോ. അതെ, എല്ലാരും ഒരുപാട് ചോദിക്കുന്നുണ്ട്. അത് ഞങ്ങൾ പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. കുഞ്ഞാറ്റയ്ക്ക് ജൂൺ മാസമാണ് സ്കൂള് തുറക്കുള്ളൂ. പ്രായമാവണ്ട എങ്ങനെയാ സാർമാരെ സ്കൂളിൽ വിടുന്നത്? അപ്പൊ ജൂൺ മാസമാണ് നമ്മൾ കൊച്ചിനെ സ്കൂളിൽ വിടുന്നത്. എന്തായാലും ഒരു പാരന്റ് എന്ന നിലയ്ക്ക് ഏതൊരു പാരന്റ് ആണെങ്കിലും സ്വന്തം മക്കളെ പഠിക്കാൻ വിടാണ്ടിരിക്കില്ലല്ലോ. പ്രായമാവാത്ത കൊച്ചിനെ എങ്ങനെ കൊണ്ടുവിടും? അപ്പൊ നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്ത് നമ്മൾ പോവാണ് കേട്ടോ. ഇതുവരെ കളിക്കാൻ വരുന്നു പറഞ്ഞവരെ കണ്ടില്ല. അതല്ല സംഭവം. അവിടെ നിർത്തി ചെയ്യരുത്, കാരണം ഞങ്ങൾ കുക്ക് ചെയ്യുന്നതാണ് എന്നാണ് കളിക്കുന്നതാണെന്നായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. അതാണ് ഉദ്ദേശം. ഇപ്പൊ വരുന്നല്ല. അപ്പൊ നമുക്ക് ഇനി നേരെ ഇവിടുന്ന് വിശാഖപട്ടണം പിടിക്കാം അല്ലെ? വിശാഖപട്ടണം പിടിക്കാം. കാരണം ആന്ധ്രയിൽ ഇപ്പൊ നമ്മൾ 2-3 ദിവസമായി കിടന്ന് കറങ്ങുന്നു. അതെ, ഞങ്ങൾ ഓടിയിട്ടും തീരുന്നില്ല. കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുകൊണ്ട് അങ്ങനെ മെല്ലെയാണ് പോവാനും പറ്റുന്നുള്ളൂ. അപ്പൊ ഇന്നും കൂടി. എന്നാലും നല്ലൊരു സ്ഥലമായിരുന്നു നമ്മൾ കുക്ക് ചെയ്യാൻ നിർത്തിയതല്ലേ? നന്നായി, നല്ല സ്ഥലമാണ്. കഴിഞ്ഞ ആദ്യം നിർത്തിയത് അല്ലമ്പായിരുന്നു. അയ്യോ, അങ്ങനെ കാണാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു. യാത്രക്കിടയിലുള്ള ബുദ്ധിമുട്ടുകളാണ് കേട്ടോ. കാരണം ഹൈവേയിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലായിടത്തും വിശ്വസിച്ചിറങ്ങി കുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സൈലന്റ് ആയ ഏരിയ വേണം കണ്ടുപിടിക്കാൻ. ചിലപ്പോൾ സൈലന്റ് ആയ സ്ഥലവും വയലന്റ് ആവും. അതൊക്കെ സൂക്ഷിച്ച് വേണം യാത്ര ചെയ്യാനായിട്ട്. നമുക്ക് പോവാം. ചേട്ടാ, ഈ റോഡിന് എന്തൊരു പ്രത്യേകത? ഇത് കോൺക്രീറ്റോ? കോൺക്രീറ്റ് ഇവര് ഒരു സമയത്ത് കോൺക്രീറ്റ് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. ഇതിപ്പോ പക്ഷേ ടാറായി. തൃശ്ശൂരൊക്കെ കുറെ സ്ഥലത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി വഴിയാ. കുഞ്ഞാറ്റ ഉറങ്ങിയോ? നമ്മൾ ആന്ധ്രയിൽ ഇനി അധികം സ്ഥലങ്ങളൊന്നും കാണിക്കൂല. നമ്മൾ നേരെ ഒറീസ കയറും. ഇനി ബാക്കി കാഴ്ചകൾ നമ്മൾ ഒറീസയിലേ കാണിക്കുള്ളൂ കേട്ടോ. വിശാഖപട്ടണം ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ പോകുന്ന ഹൈവേ ഇല്ലേ, ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോയാൽ വിശാഖപട്ടണം ആയി. പക്ഷെ നമ്മള് വിശാഖപട്ടണത്തേക്ക് പോകുന്നില്ല. അതെ, വെച്ച് പിടിക്കാം. ആൻസി ഇപ്പൊ കൊറേ ദിവസങ്ങളായിട്ട് ആൻസി ഇങ്ങനെ ചേട്ടായി എന്ന് വിളിക്കുന്നു. ഇനി കുറച്ച് ഞാൻ ഇങ്ങനെ വിളിക്കാം, ആൻസി. അതായത് നമ്മളിപ്പോ പോകുന്ന NH-16 കൂടിയാ. ഈ NH-16 ഒരു മെയിൻ പ്രത്യേകത എന്താ അറിയോ? അതായത് NH-16 എന്ന് പറയുന്നത് 1700 കൂടുതൽ കിലോമീറ്റർ ഉണ്ട്. ഈ NH-16 മെയിനായിട്ട് ഈ തെക്കൻ തീരദേശം ഉണ്ടല്ലോ, നമ്മളിപ്പോ ഈ പോകുന്ന ഈ സൈഡിനെ കൂട്ടി ബന്ധിപ്പിക്കുന്ന ഒരു റൂട്ടാണിത്. അതായത് തമിഴ്നാട്, ആന്ധ്ര, ഒറീസ, വെസ്റ്റ് ബംഗാൾ ഈ സ്റ്റേറ്റുകളിൽ കൂടിയാണ് ഭൂരിഭാഗവും ഈ ഹൈവേ കടന്നു പോകുന്നത്. സംഭവം ശരിയാ, നമ്മൾ പോകുന്ന സെയിം റൂട്ട് വെസ്റ്റ് ബംഗാൾ വരെയുണ്ട്. NH-16 സംഭവം കൊള്ളാട്ടോ, അടിപൊളി റൂട്ടാണ്. പക്ഷെ അതെ, ഞാൻ റൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മള് നമ്മുടെ കൊങ്കൺ റൂട്ടിൽ പോകുന്ന പോലെ ആരും പ്രതീക്ഷിക്കരുത്. കൊങ്കൺ റൂട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ മഴയൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ എന്റെ പൊന്നോ ഒടുക്കത്തെ ഭംഗിയാണ്. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ആ മഹാരാഷ്ട്രയിലെ ആ പൂനെ മഹാരാഷ്ട്ര റൂട്ടൊക്കെ ഉണ്ട്. അതിലേക്ക് അങ്ങോട്ട് കേറിയാണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ്. ഇത് റൂട്ട് അടിപൊളി തന്നെ. പക്ഷെ നമുക്കൊന്നും കാണാനൊന്നും അങ്ങനെ, അതാണ് മെയിൻ ഒരു കുഴപ്പമില്ല അല്ലേ? ഇത് ഏതോ ഒരു കമ്പനിയിലേക്ക് പോണ എന്തോ ഒരു സാധനം. ഇത് വോൾവോന്റെ ഒരു വണ്ടിയാ, ലോറി. അതിന് ഭയങ്കര പവറാ. കച്ചിത്തൂറ് കണ്ടോ? കൂടുതലും
മിൽമ കർഷകരാണ് കേട്ടോ. മിൽമ കർഷകരോ? പാല് കർഷകർ, പശു കർഷകർ. അതെ, നീ മിൽമ കർഷകർ എന്നൊക്കെ പറയുന്നത് എന്താലേ? മിൽമ എന്ന് പറയുന്ന ഒരു കമ്പനി അല്ലേ? അതെ, ഓരോ മണ്ടത്തരങ്ങൾ പറഞ്ഞു കൂട്ടുന്നത്. ശരിയാണല്ലോ. കൊറേ പശുക്കളുണ്ട് ഇവിടെ. അതും നല്ല എരുമപ്പാലൊക്കെ കിട്ടും ഇവിടെ. നല്ല കൊഴുത്ത എരുമപ്പാൽ കേട്ടോ. എരുമപ്പാൽ എന്താ അറിയോ? അല്ല, എരുമപ്പാലിന് ഇത് കുറവാന്നാ പറയാ. അല്ല, ഗുണം കൂടുതലാന്നാ പറയുന്നത്. പിന്നെ എന്താ ഈ പിള്ളേർക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. പശുപ്പാലിനേക്കാട്ടിലും നല്ലത് എരുമപ്പാലാണ്. എന്താണ് ഒരു ചുമയൊക്കെ? ഒന്നും പറയണ്ട. എന്താ എന്തേലൊക്കെ പറ. എന്തേലൊക്കെ പറ. ചുമയൊന്നും കുറയുന്നില്ല അല്ലേ? എനിക്കിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഭയങ്കരമായിട്ട് ചുമേന്റെ ഒരു കുപ്പി മരുന്ന് തീർന്നു. ഇനി അങ്ങോട്ടും പോകുമ്പോണ്ടല്ലോ തണുപ്പ് സ്ഥലത്തേക്കാണ്. കുഴപ്പമില്ല, ഇത് കുറച്ചും കൂടി അങ്ങ് ചെല്ലുമ്പോഴേ തണുപ്പല്ല, തണുപ്പ് വരുന്നതിന് മുമ്പ് നമ്മുടെ ചുമ അങ്ങ് കുറഞ്ഞോളൂ. കുറയോ? ഞാൻ നല്ല ഉറക്കാണ് കേട്ടോ. നല്ല ഉറക്കം. പുതപ്പൊക്കെ പൊതിച്ച കിടക്കുക. AC-ന്റെ തണുപ്പ് കാരണമായിരിക്കും, അല്ലാത്തൊരു പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉള്ളതും കൂടി ഊരിക്കളയുള്ളൂ. ചൂടാട്ടോ. പക്ഷെ രാത്രിക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇന്നലെയൊക്കെ ഞാൻ നോക്കുമ്പോ നമ്മള് കിടന്ന പമ്പിന്റെ ആ ഒരു ഏരിയയില് നൈറ്റ് ഒരു 21-22 ഒക്കെ ആയിരുന്നു. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ്. രാത്രി പിന്നെ വെയിലില്ലാത്തോണ്ട് കുഴപ്പമില്ല. ഇതൊരു വിദേശ റോഡിന്റെ ടച്ചിലേക്ക് എത്തിയോ? നല്ല ഭംഗിയുണ്ട് അല്ലേ? നല്ല ഭംഗി. അതേപോലെ നടുക്കുള്ള പൂക്കള് കാണാൻ നല്ല ഭംഗിയുണ്ട്. ബോഗൺവില്ലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പറഞ്ഞാൽ മതി കേട്ടോ. കൊറിയർ ചാർജ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. വിവിധ തരം കളറുകളിൽ കമ്പ് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതിനുള്ള പൈസ ഒന്നും വേണ്ട, ചുമ്മാ സൗജന്യം. അപ്പുറത്തെ മലകളൊക്കെ കണ്ടോ? എന്താ ഇഷ്ടികയുടെ മറ്റേ കല്ല് പോലെ ഉണ്ടല്ലേ? ഇഷ്ടികന്റെ കല്ലല്ല അത്. അല്ല, പക്ഷെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ചുരണ്ടി എടുത്തതാണോ അത്രയും ഭാഗവും? റോഡിന് വേണ്ടി. റോഡിന് വേണ്ടി എടുത്തായിരിക്കും. കൊള്ളാം. അത് ഈ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ നിക്കുന്ന കാണുമ്പോ വല്ലാത്തൊരു ഭംഗി. പച്ചയില് റോഡിന്റെ സൈഡില്. റോഡിന്റെ കൊള്ളാം. ഇതിന്റെ താഴെ ചെറിയൊരു ഗ്രാമമൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ ഈ വലിയ വഴിയിലായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല. അല്ല, പെർമിഷൻ ചില സ്ഥലത്ത് കാണും. എവിടെയെങ്കിലും കണ്ടാലല്ലേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പൊ അങ്ങനെ ഞങ്ങള് ചോറിനാൻ വേണ്ടി നിർത്തിയതാട്ടോ. ആരും തെറ്റിദ്ധരിക്കരുത്, ഇത് രണ്ടുപേർക്കുള്ള ആള്, ഒറ്റയ്ക്ക് തിന്നാനുള്ള അല്ലാന്ന്. അത്രയും ഇതൊന്നും എനിക്കില്ല. ഇന്ന് നമ്മുടെ പ്രോട്ടീൻ ചോറാണ്. ചെറുപയറിട്ട് വേവിച്ച പ്രോട്ടീൻ ചോറും തക്കാളിത്തോരൻ, മാങ്ങാച്ചാർ, ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഊണ് അല്ലേ? ഇന്നത്തെ എങ്ങനെയുണ്ട്? അന്ന് കഞ്ഞീനേക്കാളും ടേസ്റ്റ് ആയില്ലേ? അല്ല, എനിക്ക് കഞ്ഞിയാ ഇഷ്ടം. ഇത് കൊള്ളൂല? കൊള്ളില്ല, പിന്നെന്താണ് ഇഷ്ടം. ശരി, ഇത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് വേഗം കഴിച്ചിട്ട് പോവാവേ. അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് മഹാരാജപേട്ട എന്നാണ് കേട്ടോ. ഒരു ചെറിയൊരു ടൗൺ ഏരിയ ആണ്. അന്നേരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങള്. ആന്ധ്രാപ്രദേശ് എത്രയും പെട്ടെന്ന് തീർക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം, ഇപ്പത്തെ മെയിൻ ലക്ഷ്യം. ഇവിടെ ഒരാളെ കണ്ടോ? ഞാൻ റീൽസ് എടുക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ. കടത്തിരിക്കും, പക്ഷെ ഞാനാണെങ്കിൽ റീൽസ് നോക്കിയിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ആ ഒരു സമയത്ത് ഞാൻ കുറച്ചു നേരം റീൽസ് കാണല്ലോ വിചാരിച്ചു അങ്ങനെ റീൽസ് കണ്ടിരുന്നു പോയി. അപ്പോഴാണ് മഹാരാജപേട്ടനെ പറ്റിയുള്ള പേരൊക്കെ കണ്ടത്. അപ്പൊ അത് പറയാന്ന് വിചാരിച്ചു. അവിടെ ഗ്രാമങ്ങളാണ് കേട്ടോ. ആ ഏരിയയില് ഫുള്ള് വീടുകളും കാര്യങ്ങളൊക്കെ. ഈ സ്ഥലത്തേക്ക് വരുമ്പോ, ഈ ഏരിയയിലേക്ക് വരുമ്പോ അങ്ങനെ വീടുകളും കാര്യങ്ങളൊന്നുമില്ല. ഈ ഏരിയയിൽ നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ സൈഡ് അങ്ങനെയല്ലേ? അപ്പൊ നമ്മളങ്ങനെ ആന്ധ്രാപ്രദേശിലെ കൊസ്ത എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിട്ടോ. അവിടെ ഇത് കണ്ടോ, ട്രെയിനിന്റെ ടയറുകളാണ് കേട്ടോ. കുറേ എണ്ണം ഉണ്ട് അല്ലേ? കൊള്ളാം, കുറേ ടയറുകൾ കേട്ടോ. രണ്ട് വണ്ടീന്റെ ഉണ്ട്, രണ്ട് വണ്ടിയിൽ നിറച്ചുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും ബീച്ച് സൈഡിലേക്ക് എത്തിട്ടോ. ബീച്ച് സൈഡിലേക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം ഉണ്ട്, എന്നാലും നമ്മൾ ബീച്ചിൽ പോവാന്ന് വിചാരിച്ചു. അല്ലിവാസല ബീച്ച് അല്ലേ? നല്ല പേരല്ലേ? നല്ല പേര്. നല്ല വെറൈറ്റി പേരുള്ള ബീച്ച്. നല്ല പേര്. ഞങ്ങള് ബീച്ചിൽ പോകുന്ന സന്തോഷത്തിലിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ബീച്ചിന്റെ അടുത്തേക്ക് പോകാം. അതെന്തിനാടാ? ഞാൻ നേരത്തെ പറഞ്ഞേ കൊസ്താന്നല്ലേ? കൊസ്തയല്ല അല്ലേ? കൊസ്റ്റ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടൗൺ. ആ ടൗണിന്റെ ഉള്ളിൽ കൂടി നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ആ ബീച്ചിലേക്ക് എത്തുക.
ഇവിടുന്ന് നമുക്കൊരു 11 കിലോമീറ്റർ ആണ് ബീച്ചിലേക്ക് വരുന്നത് അല്ലേ? അതെ, നാടൻ പ്രദേശം അല്ലേ? അതെ അതെ, ടൗൺ ആണെങ്കിൽ പോലും ഗ്രാമീണരുടെ ടൗൺ അങ്ങനെ പറയാം. നമ്മള് വലിയ സിറ്റി ഒന്നും ചിന്തിക്കരുത്, നാടൻ പ്രദേശത്തുള്ള ഒരു ടൗൺ ആണ് കേട്ടോ. നാട്ടുപ്രമാണിയും. അതെ, കുറെ ചേച്ചിമാരൊക്കെ ഇതിൽ കൂടെ നടക്കുന്നുണ്ടല്ലോ. കുറെ വണ്ടികൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇനി ബീച്ചിലേക്കുള്ള വണ്ടികളാണോ? ഒരു പക്ഷേ ആയിരിക്കാം. നാടൻ രീതിയിലുള്ള കോഴി ഫാമാണ് കേട്ടോ. പക്ഷെ ഇവിടുത്തെ കോഴി ഫാമുണ്ട്. കോഴിയൊന്നുമില്ല, പക്ഷെ കോഴി ഫാം കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ പക്ഷേ ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുഞ്ഞുങ്ങളെ ഇറക്കാനായി തോന്നുന്നു. ഇവിടെ ഫുള്ള് അങ്ങനെ ഉണ്ട് കേട്ടോ, കുറേ എണ്ണം ഉണ്ട്. ഹട്ട് പോലെ കുറേ എണ്ണം. നമ്മളൊരു ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ പോണേ. ഇതിലെ ഇഷ്ടംപോലെ വണ്ടികൾ ഓടുന്നുണ്ട്. അതെ, പക്ഷെ റോഡ് കണ്ടില്ലേ? കുഞ്ഞു റോഡ്. അല്ല, റോഡ് ശരിക്കും ഇത് വലിയ റോഡാണ്. പക്ഷെ രണ്ട് സൈഡിലും സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൂട്ടിയിട്ടേ വീതി കുറഞ്ഞതാ റോഡിന്റെ. റോഡ് കുറച്ചും കൂടെ ഉള്ളിലേക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ലേ? പുല്ലും ഇതൊക്കെ കേറി ഇങ്ങോട്ട് എത്തിയതാ, റോഡിന്റെ വീതി പോയതാ. ചോളം കണ്ടോ? ചോളം കൃഷി ഇതുണ്ടോ? ലോക്കൽ വണ്ടി പോകുന്ന കേട്ടോ. വണ്ടീന്റെ ബേക്കിലൊക്കെ ഇരിക്കുന്നുണ്ടോ പിള്ളേര്. ഇവിടെ പക്ഷെ കൂടുതലും കണ്ടോ മഞ്ഞ ഓട്ടോറിക്ഷ ആപ്പി ഓട്ടോറിക്ഷ. ഇത് കണ്ടില്ല, അതിലൊക്കെ ഒരാളല്ലേ. അതിന് ബേക്കിലും അതേപോലെ ഉള്ളില് നിറച്ചാള്. ഈ ചേട്ടൻ വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ പഴയ കാലത്തെ നമ്മുടെ അമ്പലയിൽ ഇപ്പോഴും ഉണ്ട് ഒരു ചേട്ടൻ ഇതേപോലെ ഹോട്ടലുകളിലേക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നത് ഒരു ചേട്ടനുണ്ട് കേട്ടോ. അങ്ങനെ പയ്യന്മാർ ഒരേ ചിരിയാ അവരെ വീഡിയോ എടുക്കാന്ന് മനസ്സിലായവർക്ക്. സ്കൂളിൽ പോയിട്ട് വരുന്നതാണ് ചെറിയ പയ്യന്മാരാണ്. സ്കൂളിൽ ഇപ്പൊ ലീവാന്ന് തോന്നുന്നു. പൊങ്കലിന്റെ ലീവ് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ. ഇത് കണ്ടോ, കൂന പോലെ കുഞ്ഞു ഓരോ ഹട്ട് പോലെ കണ്ടോ. വിത്ത് ശേഖരിച്ച് വെക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നിങ്ങൾക്ക് അറിയുന്നവർ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് തരണേ. അതേപോലെ വിറകും കാര്യങ്ങളും അതുപോലെ തന്നെ അവർ ശേഖരിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. വിത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുണ്ടോ, അവിടെയൊക്കെ ഉണ്ട് അതുപോലെ കുഞ്ഞു ഇത് കണ്ടോ, കൊട്ട എടുത്ത് വെച്ചിരിക്കുന്നുണ്ടോ, മണ്ണൊക്കെ തേച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇവിടെയൊക്കെ ഉണ്ട് അല്ലേ, വിത്ത് ശേഖരിച്ച് വെക്കുന്ന തന്നെയാന്ന് തോന്നുന്നു. അടിയിൽ കച്ചിയുണ്ട്, മേളില് മറ്റേ ഈ കൊട്ടയനുള്ളിലാണ് അത് വെച്ചേക്കുന്നത്. മണ്ണ് നിറച്ച് തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു കൊട്ടയാ, മണ്ണ് വെച്ച സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ അങ്ങനെ ഇതൊക്കെ തനി പക്കാ ഗ്രാമം. ഇതുണ്ടോ, പഴയകാല തൊഴുത്തൊക്കെ, നമ്മുടെ തൊഴുത്തൊക്കെ ഇങ്ങനത്തെ ആയിരുന്നു പണ്ടൊക്കെ. ഇപ്പോഴും ഇവിടെ ഞാനൊരു 10 വർഷമൊക്കെ മുന്നത്തെ കാര്യം പറയണേ. 10 വർഷമൊക്കെ മുന്നേ നമ്മുടെ നാട്ടില്. ഇപ്പോഴും ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ട്. ഇതൊരു കോഴി ഫാം അല്ലേ, സാധാ കോഴി ഫാം. ഇപ്പൊ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തെങ്ങും തോട്ടത്തിന്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ. ഫുള്ള് തെങ്ങ്. ഇത് നമ്മുടെ കേരളത്തിനേക്കാളും ഇതായല്ലോ അല്ലെ ഇങ്ങോട്ടൊക്കെ. നമ്മുടെ അവിടെ ഉള്ളതിനേക്കാളും തെങ്ങ് തമിഴ്നാട്ടിലൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇത് നോക്കി, ഈ രണ്ട് സൈഡിലും ഒരേപോലെയാണ് കേട്ടോ. കണ്ണെത്താ ദൂരം വരെ തെങ്ങ് തന്നെയാണ് കേട്ടോ. കൊള്ളാം. അങ്ങനെ ഒടുവിൽ നമ്മൾ വല്ലിവാസൽ ബീച്ച് അല്ലേ? അതെ, അതായത് അവിടുന്ന്, അതായത് ഈ ഒരു ഏരിയയിൽ കാണുന്ന വീട് മൊത്തം, അതായത് ഈ ഒരു ഗ്രാമത്തിന്റെ പേരാണ് ഈ വല്ലിവാസൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഗ്രാമം അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ബീച്ചിന് അങ്ങനെ പേര് വന്നത്. ശരിക്കും പറഞ്ഞാല് അതിലൊരു വഴി ഇങ്ങനെ കിടപ്പുണ്ട്. ഗൂഗിൾ അമ്മച്ചി നമ്മളെ തിരിച്ച് നമുക്ക് പണ്ട് ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടി, അതായത് തൊട്ടടുത്തടുത്ത് വീട്, ഇത് ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പ് കഷ്ടി അതിന്റെ ഉള്ളിൽ കൂടി ഞങ്ങളെ തിരിച്ചു കയറ്റി ഇവിടെ എത്തിച്ചു. എന്തായാലും ഗൂഗിൾ അമ്മച്ചിക്ക് ഭയങ്കര സല്യൂട്ടാണ്. കാരണം എന്തായാലും ഞങ്ങളെ സ്ഥലത്ത് എത്തിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇതുണ്ട്, ഇത് മീൻ പിടിക്കുന്ന വല, അതേപോലെ തന്നെ തോണി, ബോട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതെന്താ ടീമിന് പ്രശ്നം? വാ ബീച്ചിൽ പോയിട്ട് കളിക്കാം കുഞ്ഞാ. പിന്നെ എന്തിനാ ചെരുപ്പും കൊണ്ട് വന്നേക്കുന്നത് അല്ലേ? റാമ്പില് നടക്കുന്ന കൊച്ച്. ആഹാ, ഇത് നല്ല കീപ്പ് ആൻഡ് കാം അല്ലേ? അധികം ആൾക്കാരൊന്നുമില്ല, നല്ല ക്ലീൻ ആയിട്ടുള്ള ബീച്ചാട്ടോ. അങ്ങോട്ടൊക്കെ കുറച്ച് ആൾക്കാരുണ്ട്. ഉടുപ്പെടുക്കാൻ പറഞ്ഞല്ലേ, നിങ്ങൾ എടുക്കാൻ ഓർത്തോ? ഓ ഷിറ്റ്, അവിടെ ഫുള്ള് മീൻ പിടിക്കുന്നുണ്ടോ? ഫുള്ള് മീൻ പിടുത്തക്കാരുണ്ട് കേട്ടോ. അവരോട് നമുക്ക് എന്തെങ്കിലും മീൻ മേടിക്കായിരുന്നു. ലാൻസി
ഈ കാണുന്നത് വെസ്റ്റ് ബംഗാൾ അല്ല, ബേ ഓഫ് ബംഗാളാണ് കേട്ടോ. ബംഗാൾ ഉൾക്കടലാണ് ഈ കാണുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ആൻസി ചെരുപ്പ് ഊരിയാ. ഇവിടെയൊക്കെ ന്യൂനമർദ്ദം കയറിയാലേ നമുക്ക് മഴയാ. നല്ല കളർ വയ്ക്കാല്ലേ വെള്ളത്തിന്റെ, അടിപൊളി. രണ്ടുപേരും കൂടി കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അത് ഇതിൽ മെയിൻ ഒരു പ്രത്യേകത, ഞാൻ ആദ്യമൊക്കെ പോകുമ്പോൾ ഗോവയിൽ നിന്നാണെങ്കിലും ഞാനിങ്ങനെ കടലിൽ ഇറങ്ങാണ്ട് അപ്പൊ ആൻസി വാ ചേട്ടാ എന്നെ ഇറക്ക് എന്നും പറഞ്ഞ് എന്നോട് കച്ചറുണ്ടാകും. ഇപ്പൊ കൊച്ചിപ്പോ സെയിം ആണ്. ലൗച്ചില്ല വരച്ചു നോക്ക. ഇതെന്താ ഇവിടെ വരച്ചു വെക്കുന്നത്? മാങ്ങാണ്ടി പോലെ ഉണ്ട്, ഹാർട്ടാണ് വരയ്ക്കുന്നത്. ആഹാ, ഇത്ര പ്രായത്തിലെ ഹാർട്ട് വരച്ച് പഠിക്കുക അല്ലേ? ഇങ്ങോട്ട് നോക്കിയേ, കൊള്ളാലോ. ആൻസി, ഈ വെള്ളത്തിന്റെ കളർ കണ്ടോടി? നമുക്കെന്താ കുറച്ചേരം ഇരുന്ന് തിര എണ്ണീട്ട് പോവാ അല്ലേ? ഞാൻ വലുതാടി വലുതാടി. ഇങ്ങോട്ട് വരട്ടെ, അത് ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ ആവുന്നുണ്ട്. ഇതൊക്കെ മീൻ പിടിക്കാൻ കൊണ്ടുപോകുന്ന ബോട്ടുകളാണ് കേട്ടോ. ഏതെങ്കിലും ഒരു ബോട്ടുകാർ വന്നിരുന്നെങ്കിൽ കുറച്ച് ഫ്രഷ് മീൻ എന്തെങ്കിലും മേടിക്കായിരുന്നു അല്ലേ ആൻസി? അതിനകത്തൊന്നും ആളെ കാണാനില്ലല്ലോ. അതിലൊക്കെ ഉണ്ടാവൂടി, അതൊക്കെ ഓരോരുത്തരൊക്കെ കണ്ടാവുള്ളൂ. ആൻസി, നമ്മൾ അന്ന് പോയ ബീച്ചിനേക്കാൾ എന്തോ ഒരു നീറ്റല്ലേ ഇവിടെ? നീറ്റാണ്, ആൾക്കാരും ഉണ്ട്, അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം. അതെ അതെ, ആൾക്കാരും ഉണ്ട്, ഒന്നും പേടിക്കാനില്ല. വലിയ കാര്യമായിട്ട് തീരെയിട്ട് അടിക്കുന്നുമില്ല. ഇവിടെ കുഴി കുത്തുന്നത് ഭയങ്കര പരിപാടിയാണ്. അത് വരും, അത് വരും, കുഞ്ഞാറ്റേനെ കാലേ കൂടി വരും. വെള്ളം വന്നു കഴിയുമ്പോ അനങ്ങാണ്ട് നിൽക്കുവാ ടീം. നല്ല ധൈര്യമായിരുന്നോട്ടെ. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണില്ല, അവിടെ വിട്ട് ഇങ്ങോട്ടില്ല. അല്ല, ഇറങ്ങണ്ട, അത് നല്ലത്. എന്തൊക്കെ പറഞ്ഞാലും എന്താണ് ഈ യാത്ര എന്നെക്കാൾ കൂടുതൽ ആസ്വദിക്കുന്നത് ഈ രണ്ടുപേരാട്ടോ. ആൻസിയേ, എങ്ങനെയുണ്ട്? ഓടി തടി എടുക്കുള്ളൂ വെച്ച്. ആ, തിര കുറവാട്ടോ, അടിച്ച് കേറുന്നില്ല. പക്ഷെ എന്താണാവോ രണ്ടും കൂടി പരിപാടി. ഇതെന്തുവാ? ഓ, മുഗൾ രാജാക്കന്മാര് പണിതാ അല്ലേ ഇത്ര വലിയ കൊട്ടാരം? ഇപ്പോഴാണ് ഫ്രെയിം ശരിയായത്, ഇപ്പോഴാണ് വെയിലിന്റെ ഒരു ഇത് റെഡിയായത് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ആൻസി, നമ്മള് വയനാട്ടുകാർക്കേ കടൽ എപ്പോഴും ഒരു കൗതുകം തന്നെയല്ലേ? എന്താ കയറി വരാതെ, തൊട്ടിട്ട് പോയി. രക്ഷയില്ല, ഇങ്ങനെ പതഞ്ഞ് കയറണ നോക്കിയല്ലേ. ഇത് കണ്ട ഇവിടെ എന്താ പരിപാടിന്ന്? കുഞ്ഞാറ്റേ, ഇന്ന് കുളിക്കാനൊരു പമ്പും കൂടി കിട്ടിയില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. നീ ചിരിക്കണ്ട, നീ അല്ല അത്ര ഇട്ട് കൊടുത്തത്. വെള്ളം ഇപ്പൊ ആയനെ കാലയില്. അയ്യോ അയ്യോ അയ്യോ, ഞാന് വെള്ളമാക്കാതെ അങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. വേറൊന്നും ഉണ്ടായിട്ടല്ല, വണ്ടിയിലേക്ക് കയറാൻ വണ്ടിക്കകത്ത് മൊത്തം മണലും അതും ഇതൊക്കെ ആവും. എടി ഇവിടെ പക്ഷെ ഭയങ്കര തണുപ്പടി. ആമാ 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 ആമാ. അപ്പോൾ നമ്മൾ വന്ന വഴി ഇതാണ് കേട്ടോ. ചെറിയ വഴി കൂടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടെ എന്നൊക്കെ പറഞ്ഞ പോലെ ഗ്രാമത്തിന്റെ മുറ്റത്ത് കൂടി. ശരിക്കും ഇന്നലത്തെ അവസ്ഥയായോ എന്ന് ഞാനിങ്ങനെ പേടിച്ചായിരുന്നു. ഇല്ല ഇല്ല, പക്ഷെ വഴി ചെറുതായിട്ട് നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. വഴി നമ്മളെ ഗൂഗിൾ അമ്മച്ചി തെറ്റിച്ചാണ് വിട്ടത്. അതുകൊണ്ടൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ എല്ലാവരും വീടിന്റെ മുറ്റത്ത് കൂടിയാണ് നമ്മളിപ്പോ. മുറ്റത്താണ് നമ്മുടെ യാത്ര. അതാ ചേട്ടൻ അവിടെ കൊണ്ട് വണ്ടിയും വെച്ച് കുഴപ്പമില്ല. ഇവിടെയൊക്കെ അതുപോലത്തെ വീടുകൾ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഈ വീട് അതുപോലത്തെ ഒരു വീടാണ്.
അമ്മ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചപ്പോ എന്തെങ്കിലും പറഞ്ഞു തരുമോ? ഞാൻ ഇങ്ങോട്ട് വണ്ടി സൈഡാക്കാം, നീ ഇറങ്ങിക്കോ. നിങ്ങളുടെ വീടാ? ദേ ഞാൻ ഈ അമ്മേനോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഈ അമ്മേൻ്റെ വീട്ടിലേക്ക് എന്നെ ഈ അമ്മ കൂട്ടിക്കൊണ്ട് പോവുകയാണേ. കാരണം ഇവർക്ക് നമ്മളെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു ടൈപ്പ് വീടാട്ടോ അവരുടെ വീട്. കുഞ്ഞു വീട്. കുഞ്ഞാറ്റൻ ചേട്ടൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞേ. കണ്ടോ ഇവരുടെ വീട്? ഇത് കണ്ടോ ഇവരുടെ വീട് കണ്ടോ? അടിപൊളി വീട് കേട്ടോ. ഇത് കണ്ടോ? ഇതൊക്കെ അങ്ങനത്തെ വീടുകളാണ് കേട്ടോ. കൊള്ളാം. ഉള്ളിൽ പോട്ടുമാ കണ്ടോ കുഞ്ഞു പട്ടിക്കുഞ്ഞെ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതുണ്ടോ ഇവരുടെ വീട് കണ്ടോ? നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അടിപൊളി കുഞ്ഞൊരു വീടാണ്, പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് പ്രാർത്ഥനാ റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതുണ്ടോ മേളിലേക്ക് ഇങ്ങനെ നല്ല മച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടാണേ. ഇത് ഉങ്ങളുടെ വീട് താനേ അമ്മ. ഇതുണ്ടോ ഇങ്ങോട്ടൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള സ്ഥലം കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പനും മോളും കൂടി വന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അറിയാം എന്താണെന്നറിയില്ല. വീടിൻ്റെ ഉള്ളിൽ കയറി അടിപൊളിയാ. ഇതുണ്ടോ വീടിന്റെ മേൽക്കൂരയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇത് കുഞ്ഞാണ് ബാബു ബാബു. അപ്പൊ ഞങ്ങൾ അവരുടെ അടുത്ത് പോവുകയാണേ. അപ്പം ബൈ. അവർക്ക് നമ്മളെ ഭാഷ അറിയില്ല, നമുക്ക് അവരുടെ ഭാഷ അറിയില്ല. അല്ല പിന്നെ എന്നെ കണ്ടത് അമ്മച്ചിയില്ലേ, ആ അമ്മച്ചി കുക്ക വലിച്ചോണ്ട് വരുമായിരുന്നു. പക്ഷെ അമ്മച്ചി കുക്ക വലിച്ചോണ്ട് വരികയാണെങ്കിൽ പോലും എന്നെ കണ്ടപ്പോ പെട്ടെന്ന് അത് കളഞ്ഞു കേട്ടോ. അതാണ് വീടെന്തായാലും അടിപൊളി കേട്ടോ. ഇതിന്റെ ഉള്ളിലേട്ടേ നമ്മുടെ ഇത് ഈ പന ഇതില്ലേ, ഇതിന്റെ ഒക്കെ ഉള്ളു പനയുടെ ഒക്കെ ഉള്ളുഭാഗല്ലേ, അതുകൊണ്ടാണ് മെയിഞ്ഞേക്കുന്നത്. രസമുണ്ട് കാണാൻ. ഇത് കണ്ടോ അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ അങ്ങനത്തെ വീടുകളുണ്ട് കേട്ടോ. തനി നാടൻ പ്രദേശം, അതുപോലുള്ള ആൾക്കാർ കേട്ടോ. നല്ല സ്നേഹമാണ് അവർക്ക്. നമ്മുടെ ഭാഷ അറിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് അവർക്ക് എന്താ ചോദിക്കേണ്ടതെന്നും അറിയില്ല. സാധാരണയിൽ സാധാരണപ്പെട്ട ആൾക്കാർ മൂക്കിലും കാലിലൊക്കെ ഫുള്ള് ഗോൾഡാണ്. അത് മാത്രല്ല അമ്മച്ചി വലിച്ചോണ്ടിരുന്ന നല്ല കുക്കായിരുന്നു. എന്നിട്ട് എന്നെ കണ്ടപ്പോ അമ്മച്ചി വേഗം കളയാണ് ചെയ്തത്. പക്ഷെ കളഞ്ഞു. അപ്പൊ ഒരു മര്യാദയുള്ള ഒരാളാണല്ലോ. എത്ര രൂപയാ? അതായത് പക്കാവട, നല്ല ചൂട് പക്കാവടയുണ്ട്. അതായത് ആന്ധ്രാപ്രദേശിലെ രാജസ്ഥാനിലെ ചേട്ടനും ചേച്ചി ഉണ്ടാക്കുന്ന പക്കാവട. അതേപോലെ മുളക് ബജ്ജി, അതിന്റെ ഉള്ളിൽ ചെറിയ മസാലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് തരുന്നത്. വെറൈറ്റി സംഭവം. നമുക്ക് കഴിച്ചു നോക്കിയാലോ? അതെന്താ അടിപൊളി സാധനം. കടലമാവിന്റെ ടേസ്റ്റും മുളക് കുഞ്ഞ എരിവുണ്ടേ. അടിപൊളി കേട്ടോ. ഇതിന്റെ കൂടെ നമ്മുടെ നല്ല ചൂട് ചായയോ ചമ്മന്തിയോ എന്തെങ്കിലും വേണം അല്ലേ? ഞാൻ പക്കാവടാന്ന് അവരോട് പറഞ്ഞോ. ശരിക്കും പേര് പക്കാവടാന്നാണോന്ന് എനിക്കറിയാം. ഇവരുടെ ഭാഷയിൽ വേറെ എന്തെങ്കിലും, നമ്മുടെ ഭാഷയിൽ പക്കാവട. ഈ മുളക് ബജ്ജി ഉണ്ട്. അതായത് മുളക് ബജ്ജി ആൻസിന്റെ സാധനമാണല്ലോ, അതുകൊണ്ടാണ് ഞാനത് പിന്നെ ഒരെണ്ണം മേടിച്ചത്. 10 രൂപയ്ക്ക് 2 എണ്ണം മുളക് ബജ്ജി. ഇത് 50 ഗ്രാമിന് എത്രയാ? 20 രൂപ. ഇത് മസാല ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ വേറെ എന്തോ ഒരു ഫില്ലിങ്ങും കൂടി ഉണ്ട്. അതായത് സവോള, മുളക് പൊടി, അങ്ങനെ സാധനം. മുളക് ബജ്ജി തന്നെ അല്ലേ? പക്ഷെ വെറൈറ്റി ടേസ്റ്റ് ആണല്ലോ. എരിവില്ലാത്ത മുളകാ. എരിവില്ലാത്ത കഴിക്കുന്ന കഴിച്ചു. അതിന് കുഞ്ഞാറ്റ എന്താ തിന്നുന്ന പറയാ? പക്കാവട. അതിനാണ് കുഞ്ഞാറ്റ് കയറുക. അടിപൊളി സാധനം അല്ലേ?